ഇറാനും UAE തമ്മിലുള്ള ആയുധ ഉടമ്പടി കരാർ നിലവിൽ വന്നു. ഇത് പ്രകാരം 4 ആയുധ കപ്പലുകൾ ഇറാൻ UAEയുടെ തീരത്തേക്ക് അയച്ചിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു. ആഭ്യന്തര സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അറേബ്യൻ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെയും അമേരിക്കയും ആശ്രയിക്കുന്ന പ്രവൃത്തികൾ ഒഴിവാക്കി തന്നെത്താൻ തന്നെ രാജ്യാതിർത്തിയും സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പ്രാധാന്യം നൽകണമെന്ന ഇറാന്റെ സൈനിക മേധാവിയുടെ നിർദ്ദേശം ഇതിൽ വളരെ നിർണായകമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അലി റസ തൻവീരി രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനമായിരിക്കുന്ന ചില നിർദ്ദേശങ്ങളും രഹസ്യമായിരിക്കുന്ന ചില അഭിപ്രായങ്ങളും പബ്ലിക്കായിട്ട് തന്നെ പറയപ്പെട്ടത്. അവർ പറയുന്നു, അറേബ്യൻ മേഖല തീരെ സുരക്ഷിതമില്ലാത്ത ഏരിയകളായി മാറിയിരിക്കുന്നു. അതിന്റെ കാര്യം മറ്റ് രാജ്യങ്ങളെയാണ് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ആശ്രയിക്കുന്നത്. ആയതിനാൽ രാജ്യത്തിന്റെ അകത്തുള്ള ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി അമേരിക്ക അടങ്ങുന്ന രാജ്യത്തിന് എല്ലാ കാലത്തും സാധിച്ചിട്ടുണ്ട്. കുവൈറ്റ് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കുവൈറ്റിനെ അമേരിക്ക മോചിപ്പിച്ചതിനോടനുബന്ധിച്ച് കുവൈറ്റിന്റെ രാഷ്ട്രീയ വിഷയത്തിലും ആഭ്യന്തര വിഷയത്തിലും അമേരിക്ക ഇടപെടുന്നു എന്ന് പല ഘട്ടങ്ങളിലും കുവൈറ്റിന്റെ ഭരണാധികാരി ആരോപിച്ചത് അല്ലെങ്കിൽ പരാതി പറഞ്ഞത് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇറാഖുമായ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ ഒക്ടോബർ 7-ാം തീയതിയുള്ള അക്രമത്തോടനുബന്ധിച്ച് ഇറാഖിന്റെ അമേരിക്കൻ എയർബേസിൽ നിന്ന് ഇറാനെ ആക്രമിച്ചതിനോടനുബന്ധിച്ചുള്ള ചില വിഷയങ്ങൾ രൂക്ഷമായിട്ട് തന്നെ ഇറാഖിന്റെ പ്രസിഡന്റ് അമേരിക്കയുടെ പ്രസിഡന്റ് ബൈഡനോട് പറഞ്ഞിട്ടുണ്ട്. 2500ഓളം സൈനികർ അമേരിക്കൻ സൈനികരാണ് നിലവിലെ സാഹചര്യത്തിൽ ഇറാഖിൽ പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ രാജ്യത്തിലെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഞങ്ങളൊരു രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലാത്ത രാഷ്ട്രമാണ്. ആയതിനാൽ നിങ്ങൾ ഇവിടെ വിട്ടുപോകണം, ഞങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പോലും ഇറാഖിന്റെ ഭരണാധികാരി അമേരിക്കയോട് പറയേണ്ടിടത്തേക്ക് കാര്യങ്ങൾ എത്തി എന്ന് പറയുമ്പോൾ ഇവരുടെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിൽ നിരന്തരം അമേരിക്ക ഇടപെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് തന്നെയാണ് അലി റസ തൻവീരി ഈ വിഷയത്തെ മറ്റു രാഷ്ട്രങ്ങളോട് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അല്ലെങ്കിൽ വിശദീകരിച്ചു കൊടുക്കുന്നത്. അവർ പറയുന്നു, മറ്റ് രാഷ്ട്രങ്ങളുടെ സുരക്ഷ നമ്മൾക്ക് ഉചിതമല്ല. അപ്പോൾ പല ഘട്ടങ്ങളിലും നമ്മുടെ ആഭ്യന്തരമായിരിക്കുന്ന രഹസ്യങ്ങൾ ചോർത്താൻ അവർക്ക് സാധിക്കും. നമ്മളുടെ സൈനിക ബലവും ശക്തിയും മറ്റ് ശത്രു രാജ്യങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ പാകത്തിൽ അവർ രാജ്യത്തെ സംവിധാനം ചെയ്യും. രാജ്യ പുരോഗതി മാത്രമല്ല, രാജ്യസുരക്ഷയും മർമ്മപ്രധാനപ്പെട്ടതാണ്. ഹോർമൂസ് കടലിടുക്കിനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാമർശം അദ്ദേഹം നടത്തി. ഹോർമൂസ് കടലിടുക്ക് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ അല്ലെ രാഷ്ട്രങ്ങൾ സംരക്ഷിക്കേണ്ടതാണ്. അതൊന്നും മറ്റൊരു രാജ്യത്തിന് വിട്ടുകൊടുക്കേണ്ടതല്ല. നിങ്ങൾ നോക്കൂ, ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ ഒരു ധൈര്യമായിട്ട് അമേരിക്കയുമായി മുഖാമുഖം ഏറ്റുമുട്ടാൻ വേണ്ടി ഒരു അറബ് രാഷ്ട്രങ്ങളോ മുസ്ലിം രാഷ്ട്രങ്ങളോ മുന്നോട്ട് വരാത്തതിന്റെ കാര്യം അവരുടെ സൈനിക ബലവും ശക്തിയും അവർക്ക് മനസ്സിലാവുന്ന പോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങൾക്കും അറിയാം എന്നുള്ളതാണ്. ഇതേ രീതിയിലുള്ള ഒരു സംവിധാനത്തിലല്ല, രൂപത്തിലല്ല ഇറാനെ അറബ് രാജ്യങ്ങളും ഇറാനെ അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും കാണുന്നത്. പ്രതിരോധത്തെ അതിജീവിച്ചുകൊണ്ട് സാമ്പത്തിക വിഷയകാര്യങ്ങളൊക്കെ തങ്ങൾക്കെതിരെ പല ഘട്ടങ്ങളിലും അമേരിക്ക നടത്തിയിട്ടും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ശക്തി നേടിയിരിക്കുന്നത്. ഉപരോധം ഇറാനെ സംബന്ധിച്ചിടത്തോളം പുത്തിരിയല്ല. പല ഘട്ടങ്ങളിലും പല രീതിയിലും പല രൂപത്തിലും അമേരിക്കയുടെ ഭാഗത്തുനിന്നും UN സഭയിൽ നിന്നും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കുള്ള അവിടെ ഒരു തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ പ്രതിരോധവും രാജ്യസുരക്ഷയും കൃത്യമായ രീതിയിൽ ഏകോപിപ്പിക്കുകയും അതിനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ശത്രുക്കൾ കൊത്തിത്തിന്ന് പോകുന്ന രീതിയിലേക്ക് രാജ്യമായി പോകും. ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പഠിച്ച പാഠം അതാണ്. അതുകൊണ്ട് ഭക്ഷണം പോലെ തന്നെ രാജ്യ സുരക്ഷയും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ശത്രുവിനെ കണ്ടുകൊണ്ട് അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ശക്തിയെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ആയുധ നിർമ്മാണം നടത്തുന്നത്. 2000ഓളം കിലോമീറ്റർ വൈദൂരത്തിലുള്ള മിസൈലുകൾ ഞങ്ങൾ നിർമ്മിച്ചത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തുനിന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക് 1950 കിലോമീറ്ററാണ് വൈദൂരം. അപ്പോൾ അവരുടെ എല്ലാ അതിർത്തി മേഖലയും കീഴടക്കാൻ പാകത്തിലുള്ള നിർമ്മിതികൾ കാലോചിതമായ രീതിയിലും ശാസ്ത്രീയ സംവിധാനത്തോടു കൂടി ഞങ്ങൾ നിർമ്മിക്കപ്പെട്ടത് ഏത് തരത്തിലും ശത്രുവിന്റെ ആക്രമണം തങ്ങളുടെ നേരെ വരാമെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ്. അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇറാന്
കഴിഞ്ഞ വർഷം 2024 വർഷത്തിൽ ജിദ്ദയിൽ കൂടിയിരിക്കുന്ന ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ തീർക്കേണ്ട പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചതിനോടനുബന്ധിച്ച് നിങ്ങളുടെ രാജ്യത്ത് സുരക്ഷിതരാണോ എന്നൊരു ചോദ്യം പ്രസക്തമായി ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അതിർത്തിയും നിങ്ങളുടെ രാജ്യവും നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ ജനങ്ങളും സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്താത്തിടത്തോളം കാലം തീർച്ചയായിട്ടും നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്കിടയിൽ തന്നെയുണ്ട്. അമേരിക്കയെ പരോക്ഷമായി പരാമർശിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇറാൻ ആ കാര്യം പറയുന്നത്. അപ്പോൾ രാജ്യത്ത് ഒരു ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റവും വികസനവും പുരോഗതിയും രാജ്യത്തിന്റെ വ്യത്യസ്ത മേഖലകളിലും നഗരങ്ങളിലും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഈ നിർമ്മിതമായിരിക്കുന്ന വസ്തുക്കളെല്ലാം പൂർണ്ണമായിരിക്കുന്ന സുരക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ അത് മറ്റ് രാഷ്ട്രങ്ങൾ തങ്ങളെ ആക്രമിക്കാതിരിക്കുന്നിടത്തോളം കാലം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ ശത്രുവിനെ കണ്ടുകൊണ്ടും ശത്രുവിനെ മനസ്സിലാക്കിക്കൊണ്ടുമാണ് ആയുധ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതും പ്രതിരോധങ്ങൾ തീർക്കേണ്ടതും. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കുറഞ്ഞ കാലഘട്ടത്തിനിടയിൽ, അതായത് ഒക്ടോബർ 7 തീയതിയുള്ള ഹമാസിന്റെ ആക്രമണത്തോടനുബന്ധിച്ചാണ് അറബ് രാജ്യങ്ങൾ അമേരിക്കയുടെ നയനിലപാടിന് വ്യത്യസ്തമായ രീതിയിൽ സ്വന്തമായിരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളും സ്വീകരിച്ചു വരുന്ന ഒരു രീതി ഉണ്ടായത്. അവർ പറയുന്നു, ഞങ്ങളുടെ രാജ്യം സുരക്ഷിതമാകണമെങ്കിൽ അതിന് ആണവായുധം പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ഈ ആവശ്യം അമേരിക്കയോടും UN സഭയോടും പല ഘട്ടങ്ങളെ അറബ് രാജ്യങ്ങൾ പറഞ്ഞു. പക്ഷെ അവർ സമ്മതിക്കാതെ ഇരുന്ന സമയത്താണ് തങ്ങൾ ഇങ്ങനെ വലിയ രീതിയിലുള്ള സൈനിക ബലവും ശക്തിയും ഇല്ലാത്ത രീതിയിൽ മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്കയെ പോലെയുള്ള വൻ ശക്തി രാഷ്ട്രങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിലനിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നൊരു തിരിച്ചറിവുണ്ടാകുന്നത്. അതോടനുബന്ധിച്ചാണ് ഓരോരോ രാഷ്ട്രങ്ങളും സൈനികമായിരിക്കുന്ന ബലവും ശക്തിയും കൂട്ടാൻ തീരുമാനിച്ചത്. അത് UAEയും സൗദി അറേബ്യയും തീരുമാനിച്ച വിവരങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ UAEയും ഇറാനും തമ്മിലാണ് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറാൻ അതേപോലെ തന്നെ UAEയും തുർക്കിയും തമ്മിലും സൗദി അറേബ്യയും തുർക്കിയും തമ്മിലും ഇങ്ങനെയൊക്കെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കി ആയുധ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു എന്നാണ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്ന് നമ്മൾക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.